അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ആരാ സാറേ, സാറിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞു എന്ന് കേട്ടു. ക്ലീൻ ചെയ്യണോ? എന്തോന്ന്? 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. വീട്ടുകാർക്കെതിരെ ഇപ്പം പ്രശ്നം. ഇവൻ ഇപ്പോഴാണ് ശരിക്കും പ്രശ്നേശായത്. ഇത്രയും നാൾ ഒരു നാട്ടുകാരായിരുന്നു പ്രശ്നം. ഇപ്പോൾ അവന്റെ സ്വന്തം വീട്ടുകാർ, അമ്മയും അനിയത്തിയും അവന് പ്രശ്നക്കാരായി മാറിയിരിക്കുകയാണ് ഗൈസ്. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, അവള് നിന്റെ പെങ്ങളല്ലടാ. പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ. എറണാകുളം MG റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? ഒരു 50 ലക്ഷം. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റിട്ട് ഓടിക്കളയും. അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മൺഡേ വീട്ടില് വേറെ 2 ആമ്പിള്ളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളും ഒക്കെ തല്ലി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ. ഞാൻ പോവാടാ. ശരിടാ.